എൻ്റെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്ത ആളുകളെ, അതായത് അവരുടെ IP അഡ്രസ്സ് കിട്ടി എന്നൊരു വാർത്ത അറിഞ്ഞു. ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് പോയി അന്വേഷിച്ചപ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള ആരോ ആണെന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം. അപ്പോൾ എന്തായാലും തൽക്കാലം എനിക്കതിൻ്റെ പുറകെ പോകാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ചോളം എന്ന് വെച്ചാൽ ഞാൻ ബേസിക്കലി വളരെയധികം പേടിയുള്ള, ഒരുപാട് സെൻസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ്. നല്ല പേടിയുള്ള സെൻസിറ്റീവായിട്ടുള്ള വ്യക്തിയാണ്. അതും ഒരു സൈഡിൽ. എൻ്റെ ജോലിയുടെ ഒരു കാര്യം എടുത്താൽ എൻ്റെ മുന്നിൽ വരുന്ന കേസുകൾ ഞാൻ ആകെ ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഗുരുനാഥന്മാർ എന്നെ പഠിപ്പിച്ചത് ഇതിൻ്റെ എത്തിക്സാണ്, കോൺഫിഡൻഷ്യാലിറ്റി. അതും നമ്മുടെ മുന്നിൽ വരുന്ന ആളുകൾക്ക് ന്യായമെന്ന് തോന്നുന്ന പാതയിലൂടെ നടക്കാനായിട്ടൊരു നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. അപ്പം ഭയവും സെൻസിറ്റിവിറ്റിയും ഒക്കെ ഒരു സൈഡിലുണ്ടെങ്കിലും എൻ്റെ പ്രൊഫഷൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ വളരെയധികം എന്താ പറയുക, അഡമൻ്റ് ആവാറുണ്ട്, സ്റ്റബേൺ ആവാറുണ്ട്. ഞാൻ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാറില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ശത്രുക്കൾ ഒരുപാടുണ്ടാവും. അപ്പം എൻ്റെ അടുത്ത് ആരെങ്കിലും സംശയമുള്ളവരുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് വെച്ച് ആരെയും പറയാൻ പറ്റത്തില്ല. എന്നാൽ എൻ്റെ ഉള്ളിൽ ആരൊക്കെയോ ഉണ്ട്. പക്ഷെ പുറത്ത് പറയാൻ നമുക്കങ്ങനെ ഡൗട്ട് വെച്ചിട്ട് ഒരാളുടെയും പേര് പറയാൻ എനിക്ക് ആഗ്രഹമില്ല. എന്തായാലും തൽക്കാലം ഈ കഥ അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്ത് എൻ്റെ ശത്രു എന്നത് പാകിസ്ഥാനിലുള്ള ആരോ ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആണ് ഫേസ്ബുക്കിനെതിരെ ഒരു കേസ് എടുത്തത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ സമാധാനിച്ചു. ഞാൻ തിരിച്ചു വന്നു.